സീരിയൽ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് മലയാള മെഗാ സീരിയൽ രംഗത്ത് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി സജീവമായി നിൽക്കുന്ന ലക്ഷ്മി ദേവൻ. ഇതുവരെ 12-ലധികം സീരിയലുകളും നിരവധി സിനിമകളും ചെയ്തു കഴിഞ്ഞു. ഭ്രമണം, കാര്യം നിസ്സാരം തുടങ്ങിയ പരമ്പരകളിലൂടെയാണ് ലക്ഷ്മി ശ്രദ്ധ നേടുന്നത്. അഭിനയത്തിൽ മാത്രമല്ല തിരക്കഥാ രചനയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അഭിനേത്രിയായി മാത്രമല്ല നിർമ്മാതാവ് എന്ന റോളിലും തിളങ്ങിയിട്ടുണ്ട് ലക്ഷ്മി. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ലക്ഷ്മി തൻ്റെ പേജുകളിൽ ഒരു സങ്കട വാർത്ത പങ്കിട്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. തൻ്റെ മകൻ്റെ വേർപാടിനെക്കുറിച്ചാണ് ലക്ഷ്മിയുടെ കുറിപ്പ്. ദിവസങ്ങൾക്ക് മുമ്പ് മകനെ തനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് ലക്ഷ്മി കുറിച്ചു. അനശ്വർ എന്നാണ് ലക്ഷ്മിയുടെ മകൻ്റെ പേര്. വാഹനാപകടത്തിലാണ് അനശ്വറിന് ജീവൻ നഷ്ടപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. എൻ്റെ മോൻ എൻ്റെ ജീവൻ, എൻ്റെ ശ്വാസം, എൻ്റെ രക്തം, എൻ്റെ എല്ലാമാണ്. ഇനി എനിക്ക് ഒന്നും വരാനില്ല. എൻ്റെ കുഞ്ഞ് ഒന്നും പറയാതെ പോയി. അനശ്വർ ഒരുപാട് നേടാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. ഇലക്ട്രോണിക്സിൽ അവൻ പരീക്ഷണങ്ങൾ നടത്തുമായിരുന്നു. പഠനത്തിന് ശേഷം ജപ്പാനിൽ പോകാനും സാങ്കേതിക വിദ്യകളിൽ കൂടുതൽ ഗവേഷണം നടത്താനും എൻ്റെ കുഞ്ഞ് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. അവൻ പലപ്പോഴും എന്നെ കളിയാക്കാറുണ്ടായിരുന്നു. എൻ്റെ പിടിത്തത്തിന് അവൻ പലപ്പോഴും എന്നെ കളിയാക്കുമായിരുന്നു. എനിക്കുണ്ടായ ഏറ്റവും വലിയ ദുരന്തം ഇതാണ്. എന്നേക്കും എൻ്റെ ഏക മകൻ. ഒരുപാട് പറയാനുണ്ട്. ഒന്നും പറ്റുന്നില്ല. എനിക്ക് നിധി പോലെ കിട്ടിയ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അവന് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യാറുമില്ല. ഫോട്ടോ എടുക്കാൻ വിളിച്ചാലും അവൻ വരാറില്ലായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് അവനുണ്ട്, വരും എന്നാണ് ലക്ഷ്മി മകൻ്റെ വേർപാടിനെക്കുറിച്ച് തന്നെ സ്നേഹിക്കുന്നവരെ അറിയിച്ചു കുറിച്ചത്. മകൻ്റെ നിരവധി പഴയ ഫോട്ടോകളും എന്നേക്കും കാത്തു സൂക്ഷിക്കാൻ എന്ന പോലെ കിട്ടിയ ചില വീഡിയോകളും ലക്ഷ്മി പങ്കുവച്ചിട്ടുണ്ട്. അനശ്വറിനെയും ലക്ഷ്മിയെയും അറിയാവുന്നവരും ലക്ഷ്മിയുടെ സീരിയൽ കണ്ടാൽ ഫോളോവേഴ്സായി മാറിയവരുമെല്ലാം നടിയെ ആശ്വസിപ്പിച്ചെത്തി. അനശ്വറിനെ അടുത്തറിയാവുന്നവർക്കെല്ലാം ആ മകനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. കമൻറ്റ് ബോക്സ് അതിന് തെളിവാണ്. അനശ്വർ പോയി എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും എനിക്ക് പ്രയാസമാണ്. വളരെ മിടുക്കനായ, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന, വളരെ സുന്ദരനായ, പ്രശാന്തത പ്രസരിപ്പിക്കുന്ന ഒരു കുട്ടി. ദൈവങ്ങൾക്ക് അസൂയ തോന്നിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവൻ്റെ വഴി തടയാൻ ഒരു ജീപ്പിൽ ഒരു പിശാചിനെ അയച്ചോ എന്നാണ് ഒരാൾ ലക്ഷ്മിയുടെ മകൻ്റെ വേർപാട് ഉൾക്കൊള്ളാനാകാതെ കുറിച്ചത്. വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ പോരാത്ത ചില ദുഃഖങ്ങളുണ്ട്. ഇത് അതിലൊന്നാണ്. കാലവും ദൈവവും ലക്ഷ്മിക്ക് സമാധാനം നൽകട്ടെ എന്നാണ് ആരാധകർ നടിയുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് കുറിച്ചത്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഹാപ്പി കപ്പിൾസ് എന്ന സീരിയലിലാണ് ലക്ഷ്മി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു സിറ്റ്കോമിൽ ലക്ഷ്മി ഭാഗമാകുന്നത്. ആലീസ് എന്നാണ് ലക്ഷ്മിയുടെ കഥാപാത്രത്തിൻ്റെ പേര്. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഇവൻറ്റുകളുടെയും ചാനൽ പ്രോഗ്രാമുകളുടെയും അവതാരകയായിട്ടാണ് ലക്ഷ്മി തൻ്റെ കരിയർ ആരംഭിച്ചത്. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത ബാലാമണിയാണ് ലക്ഷ്മിയുടെ ആദ്യ സീരിയൽ. പക്ഷേ പ്രേക്ഷകർ താരത്തെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് കാര്യം നിസ്സാരം, മാനസമൈന എന്നീ സീരിയലുകളിലെ മുഴുനീള കഥാപാത്രങ്ങളിലൂടെയാണ്. ലക്ഷ്മിയെ ആശ്വസിപ്പിച്ചുകൊണ്ട്